ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ണാടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വാസ്തു രഹസ്യങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിൽ മുഖം നോക്കുന്നതിനായിട്ട് കണ്ണാടി സ്ഥാപിച്ചിട്ടുണ്ടാകും. ഇത്തരത്തിൽ മുഖം നോക്കുന്നതിനായിട്ട് നമ്മുടെ ഗൃഹത്തിൽ കണ്ണാടികൾ സ്ഥാപിക്കുമ്പോൾ അങ്ങനെ എല്ലായിടത്തും ഒന്നും കണ്ണാടി സ്ഥാപിക്കാൻ പാടില്ല എന്ന് വാസ്തു നിർദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല, കണ്ണാടി സ്ഥാപിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനവും വാസ്തു നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു ആൾക്കും ആദ്യം തന്നെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഒരു കണ്ണാടിയൊക്കെ സ്ഥാപിക്കുന്നതിന് വാസ്തു ശാസ്ത്രമൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? ഒരു കണ്ണാടി എവിടെ തൂക്കിയാൽ എന്താണ്? കണ്ണാടി തൂക്കുന്നതിന് ഒരു സ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. ഏതൊരു വസ്തുവിനും അത് സ്ഥാപിക്കുന്നതിന് ശരിയായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ആ ഒരു സ്ഥാനത്ത് വെച്ച് അതിനെ ഉപയോഗിക്കുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് മാക്സിമം ഗുണം ലഭിക്കുന്നത്. അപ്പോൾ കണ്ണാടി നമ്മുടെ ഗൃഹത്തിൽ ശരിയായിട്ട് എവിടെയാണ് തൂക്കേണ്ടത്? അങ്ങനെ വാസ്തു നിർദ്ദേശിക്കുന്ന ആ ഒരു ദിക്കിൽ അല്ലെങ്കിൽ ദിശയിൽ നമ്മൾ കണ്ണാടി സ്ഥാപിക്കുന്നതിലൂടെ എന്തൊക്കെ ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്, അതേക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഒരു കണ്ണാടി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതിന് വാസ്തു ശാസ്ത്രം എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? കൃത്യമായും കണ്ണാടി എവിടെ തൂക്കണമെന്നും എവിടെ തൂക്കരുത് എന്നും വാസ്തുവിൽ നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ മുഖം നോക്കാൻ എടുക്കുന്ന ഈ ഒരു കണ്ണാടി തിരഞ്ഞെടുക്കുമ്പോൾ വൃത്താകൃതിയിലുള്ളതോ ചതുരാകൃതിയിലുള്ളതോ ആയിട്ടുള്ള കണ്ണാടികൾ വേണം തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ്. ഷേപ്പ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു ഷേപ്പ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ണാടികളൊന്നും തന്നെ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല, പൊട്ടിയ കണ്ണാടി ഒരു കാരണവശാലും മുഖം നോക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം പൊട്ടിയ കണ്ണാടികളൊക്കെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഷേപ്പ്ലെസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കില്ല. അല്ലെങ്കിൽ പോലും ഈ ഒരു പൊട്ടിയ കണ്ണാടി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജിയാണ് പുറപ്പെടുവിക്കുന്നത്. അത്തരത്തിലുള്ള കണ്ണാടികൾ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. കണ്ണാടി എന്ന് പറയുന്നത് അതിൽ പതിയുന്ന എന്തും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിൽ കണ്ണാടി സൂക്ഷിക്കേണ്ടുന്ന പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലെ പൂജാമുറിയാണ്. നമ്മുടെ ഗൃഹത്തിലെ പൂജാമുറിയിൽ കൃത്യമായിട്ടും ചെറിയ ഒരു കണ്ണാടി നമ്മൾ വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഗൃഹത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പൂജാമുറിയിലാണ്. ആ ഒരു പൂജാമുറിയിലെ പോസിറ്റീവ് എനർജി കണ്ണാടിയിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. അത് നമ്മുടെ ഗൃഹത്തിൽ ആകമാനം പടരുകയും ചെയ്യും, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യുന്നവരാണ് എങ്കിൽ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു പ്രധാന ദേവതയ്ക്ക് മുകളിലായിട്ട് നിങ്ങൾക്കൊരു പ്രഭ വിളക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു പ്രഭ വിളക്കിൽ ഒരു ദീപം മാത്രമാണ് കൊളുത്തി വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു പ്രഭയിൽ കണ്ണാടി സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അനേക ദീപങ്ങളായിട്ട് തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കാം. അതുപോലെ ചെറിയ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടാകുന്നത് എങ്കിൽ പോലും അത് പല മടങ്ങ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് കണ്ണാടികൾ പൂജാമുറിയിൽ സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഗൃഹത്തിൽ തീർച്ചയായിട്ടും കണ്ണാടി സൂക്ഷിക്കേണ്ടുന്ന ഒരിടമാണ് നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹാള് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു പ്രധാന വാതിൽ കടന്ന് നമ്മൾ ആ വരുന്ന ഭാഗം, അവിടെ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോൾ ആ കയറുന്നവരുടെ പ്രതിബിംബം കാണാൻ പറ്റുന്ന രീതിയിൽ, അതായത് ആ ഒരു പ്രധാന വാതിലിലേക്ക് തിരിച്ച് നമ്മൾ ഒരു കണ്ണാടി സ്ഥാപിക്കണം എന്നുള്ളതാണ്. നെഗറ്റീവ് എനർജിയുമായി അല്ലെങ്കിൽ മനസ്സിൽ ദുഷ്ടവിചാരത്തോടു കൂടിയൊക്കെ ആരെങ്കിലും ആ ഒരു വാതിൽ കടന്നു വരികയാണ് എങ്കിൽ ആ നെഗറ്റീവ് എനർജികളെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് അവരിലേക്ക് തന്നെ പോകുന്നതിന് ഈ ഒരു കണ്ണാടി നമ്മുടെ ഹാളിൽ സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. കണ്ണാടി ഒരിക്കലും കിടപ്പറയിൽ നമ്മൾ വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ കിടക്കുന്ന ആ ഒരു രംഗമൊന്നും കണ്ണാടിയിൽ പതിയുവാൻ പാടില്ല. ഇത് പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ അതുപോലെ തന്നെ മനക്ലേശം ഒക്കെ തന്നെ സമ്മാനിക്കുക എന്നുള്ളതാണ്. ഇനി അത്തരത്തിൽ നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളുടെ കട്ടില് റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു കണ്ണാടി ഉണ്ട്, അതിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉറങ്ങുന്നതിന് മുൻപായി ഒരു തുണി കൊണ്ട് അല്ലെങ്കിൽ ഒരു കർട്ടൻ കൊണ്ട് അതിനെ മറച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. ഇനി നമ്മുടെ ആ ഒരു വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് വരികയാണ്. നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി എവിടെയാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്? അത് നമ്മുടെ കിഴക്കേ ഭിത്തിയിൽ പടിഞ്ഞാറ് ദർശനമായും വടക്കേ ഭിത്തിയിൽ തെക്ക് ദർശനമായിട്ടും നമുക്ക് കണ്ണാടികൾ സ്ഥാപിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, കിഴക്കേ ഭിത്തിയിൽ കണ്ണാടിയുടെ ദർശനം പടിഞ്ഞാറേക്ക് വരുന്ന രീതിയിലും വടക്കേ ഭിത്തിയിൽ കണ്ണാടിയുടെ ദർശനം തെക്ക് വരുന്ന രീതിയിലും നമുക്ക് കണ്ണാടികൾ സ്ഥാപിക്കാം.
അതായത് നമ്മൾ കണ്ണാടിയെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ കിഴക്കോട്ടും വടക്കോട്ടും ദർശനം വരണം. മറ്റു രീതിയിലൊന്നും തന്നെ കണ്ണാടികൾ സ്ഥാപിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തു നിർദ്ദേശിക്കുന്നത്. ഈ വാസ്തു നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രോഗദുരിതങ്ങളെ കുറയ്ക്കുന്നതാണ്. ആയുരാരോഗ്യത്തെയും സൗന്ദര്യത്തെയും അത് പ്രദാനം ചെയ്യും എന്നുള്ളതുമാണ്. അപ്പോൾ കണ്ണാടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വാസ്തു രഹസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.